ഈശോ മിശിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, ആഗതമാകാൻ പോകുന്ന ക്രിസ്മസിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ ഏവർക്കും നേരുകയാണ്. ദൈവമായ ഈശോ മനുഷ്യനായി മാറിയതാണല്ലോ ക്രിസ്മസ് എന്നത്. അപ്പോൾ ക്രിസ്മസ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന അടിസ്ഥാന ചിന്ത എന്നത് ഒരു നല്ല മനുഷ്യനായി മാറുക എന്നതല്ലേ? എങ്ങനെയാണ് ഒരാൾക്ക് നല്ലൊരു മനുഷ്യനാകുവാൻ സാധിക്കുന്നത്? അതിന് ഉത്തരം കണ്ടെത്തുവാൻ മഞ്ഞുതുള്ളികൾ പെയ്തിറങ്ങിയ ആ കുഞ്ഞു പുൽക്കൂട്ടിനുള്ളിലേക്ക് ഒന്ന് നോക്കിയാൽ മതി. കുറെ പച്ചയായ ജീവിതങ്ങളെ നമുക്കിവിടെ കണ്ടുമുട്ടുവാൻ സാധിക്കും. തന്റെ ഭാര്യയാകുവാൻ പോകുന്ന പെൺകുട്ടി തന്റേതല്ലാത്തൊരു കുഞ്ഞിന് ജന്മം നൽകുവാൻ പോകുന്നുവെന്ന് അറിഞ്ഞിട്ടും ജനക്കൂട്ടത്തിന്റെ കൊലക്കളത്തിലേക്ക് അവളെ എറിഞ്ഞു കൊടുക്കാതെ സ്വന്തം ഹൃദയത്തോട് ചേർത്ത് പിടിച്ച ജോസഫ് എന്ന വ്യക്തി യഥാർത്ഥ മനുഷ്യന്റെ ഒരു പൂർണ്ണ രൂപമാണ്. സ്വന്തം അഭിമാനത്തേക്കാൾ അപരന്റെ മാനത്തിനും ജീവനും പ്രാധാന്യം കൽപ്പിക്കുന്നവൻ ആരോ അവനാണ് യഥാർത്ഥ മനുഷ്യനെന്നുള്ള വലിയ പാഠമാണ് ആ കുഞ്ഞു കൂടിന്റെ ഒഴിഞ്ഞ കോണിൽ ധ്യാനിച്ചിരിക്കുന്ന ഈ മനുഷ്യൻ നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കായി ഈ പൂമുഖത്ത് ഒരു രക്ഷകൻ പിറന്നുവെന്ന വാർത്ത കേട്ട ഉടനെ മലകളും കുന്നുകളും താഴ്വരകളും താണ്ടി മഞ്ഞതുള്ളികൾ അന്തരീക്ഷത്തിൽ സൃഷ്ടിച്ച വൻ മതിലുകളെ പോലും മറികടന്ന് ബെത്ലഹേമിലെ ആ പുൽക്കുടിലേക്ക് വന്ന ഒരു കൂട്ടം ആട്ടിടയന്മാരുണ്ട്. സൃഷ്ടാവായ ദൈവത്തെ നിരന്തരം അന്വേഷിക്കുകയും ദൈവത്തോട് ചേർന്നിരിക്കുകയും ചെയ്യേണ്ട സൃഷ്ടിയാണ് മനുഷ്യനെന്നുള്ള ഒരു പാഠമാണ് ഈ ആട്ടിടയന്മാർ നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ജ്ഞാനികളുടെ ഒരു ഗണമുണ്ട്. പിറന്നു വീണ കുഞ്ഞുണ്ണിയെ ഹെറോദോസിന്റെ വാൾമുനയിലേക്ക് എറിഞ്ഞു കൊടുക്കുവാൻ മനസ്സ് കാണിക്കാത്ത ഇവർ ഉറച്ച നിലപാടുകളുടെ ആൾരൂപങ്ങളാണ്. മനുഷ്യത്വമെന്ന ജീവരക്തം വറ്റിയിട്ടില്ലാത്ത നന്മരങ്ങളാകുന്ന പൂമരങ്ങളെ ക്രിസ്മസ് നമുക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുമ്പോൾ എങ്ങനെ ഒരു മനുഷ്യനാകുവാൻ പാടില്ല എന്നും പഠിപ്പിക്കുവാൻ ക്രിസ്മസ് മറന്നിട്ടില്ല. ജോസഫിന്റെയും മേരിയുടെയും മുമ്പിൽ വലിയ സ്വരത്തിൽ കൊട്ടിയടയ്ക്കപ്പെട്ട വാതിലുകൾക്ക് പുറകിൽ മനുഷ്യത്തിന് പ്രവേശിക്കുവാൻ സാധിക്കാത്ത വിധം മുറുക്കി അടയ്ക്കപ്പെട്ട കടഞ്ഞ ഹൃദയം അവകാശപ്പെടുവാനുള്ള സത്രം സൂക്ഷിപ്പുകാരും അവരന്റെ വളർച്ചയിൽ അസൂയ പൂണ്ട് അവനെ നശിപ്പിക്കുവാൻ പരിശ്രമിക്കുന്നവരുടെ മുൻഗാമിയായ ഹെറോദോസുമെല്ലാം ഇതിന് ഉത്തമ ഉദാഹരണങ്ങളായി നിലകൊള്ളുമ്പോൾ ഓർക്കുക, ഇവരാരും രക്ഷകൻ പിറന്ന പുൽക്കൂട്ടിൽ സ്ഥാനം പിടിച്ചിട്ടില്ല. കടികാരം കുറെ നേരമായി കലഹിക്കുന്നത് കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഒന്നോർക്കുക, നല്ല മനുഷ്യനായി ഈ പൂമുഖത്ത് ജീവിച്ചാൽ സ്വർഗമാകുന്ന പുൽക്കൂട്ടിൽ നമുക്കും സ്ഥാനം പിടിക്കാം. ആഗതമാകുന്ന ക്രിസ്മസിന്റെ മംഗളങ്ങളും പുതുവത്സരത്തിന്റെ ആശംസകളും ഏറെ സ്നേഹത്തോടെ നേരുകയാണ്. നന്ദി.